ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമ്മുടെ ഫോണിലുള്ള ഒരു ആപ്ലിക്കേഷൻ അത് ലോക്ക് ചെയ്യാനും ഹൈഡ് ചെയ്ത് മറച്ചു വെക്കാനും പറ്റും. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും വേറെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റയൊക്കെ ഫുള്ള് അവർ കളക്ട് ചെയ്യും. അങ്ങനെ ഒന്നും സംഭവിക്കാതെ തന്നെ നമ്മുടെ ഫോണിലുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോണിലെ വേറെ ആപ്പുകൾ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് സെറ്റിങ്സ്, നമ്മുടെ ഫോണിലെ സെറ്റിങ്സ്. അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് പ്രൈവസി, പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി, അതിന്റെ തൊട്ട് താഴെ തന്നെ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ചിലരുടെ ഫോണിലെ പ്രൈവസി എന്ന് പറയുന്നതിനകത്താണ് ഈ ആപ്പ് ഹൈഡിങ്ങും ആപ്പ് ലോക്കിങ്ങും കിടക്കുന്നത്. ഇനി അത് ആ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് ആപ്പ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു പേജിലോട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പം മുമ്പ് പറഞ്ഞ ആ പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്പ് ലോക്കിങ്ങും ആപ്പ് ഹൈഡിങ്ങും വരുന്നവർക്ക് ഇതിൻ്റെ അകത്ത് ഈ ഏറ്റവും താഴെ ആപ്പ് പിന്നിങ് എന്ന് പറയുന്നതിൻ്റെ കൂടെയാണ് ആപ്പ് ഹൈഡിങ്ങും ആപ്പ് ലോക്കും കിടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പ്രൈവസി ആൻഡ് ആപ്പ് എൻക്രിപ്ഷൻ പ്രസ് ചെയ്യുകയാണ്. അങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ വേറൊരു പേജിലേക്ക് കയറുകയാണ്. ആ പേജിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിലൊരു ലോക്ക് ചോദിക്കും. അപ്പോൾ നമ്മൾ പാറ്റേണോ ഫിംഗർ പ്രിന്റോ പാസ്വേഡോ എന്തെങ്കിലും നമുക്ക് പാസ്വേഡ് അതിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ലോക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുതിയ പാറ്റേൺ ആണെങ്കിൽ പാറ്റേൺ വരച്ച് നമ്മൾ ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അത് ആപ്പ് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ മുഴുവൻ സ്ക്രീനിൽ കാണാം. ഇതിനകത്ത് ഇവിടെ ഞാൻ എയർടെൽ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഇത് ലോക്ക് ചെയ്ത് കാണിക്കാൻ പോകാം. ലോക്ക് ചെയ്തിട്ടുണ്ട്. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബാക്ക് ഇറങ്ങി പോയാൽ മതി. നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ ലോക്ക് ആയിക്കോളും. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇത് ബ്ലാക്ക് സ്ക്രീൻ കാണിക്കുന്നുണ്ട്. അത് ലോക്കാണ്. അൺലോക്ക് ചെയ്തു. ഫിംഗർ പ്രിന്റ് ആണ്. അൺലോക്ക് ചെയ്തത് ആപ്ലിക്കേഷൻ അൺലോക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും സെറ്റിംഗ് കയറിയിട്ട് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എടുക്കുക. വീണ്ടും പഴയ പോലെ തന്നെ മുകളിലെ സ്ക്രീൻ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് ആപ്പ് എൻക്രിപ്ഷൻ കാണാൻ കഴിയും. അതിൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ലോക്കായി. അൺലോക്ക് ചെയ്യുന്നു. അതിനകത്ത് ആപ്പ് ഹൈഡിങ് എടുക്കുക. നമ്മൾ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അത് വീണ്ടും നമ്മൾ ഇതുപോലെ ആപ്ലിക്കേഷൻ എല്ലാം ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഞാനത് എയർടെലിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എയർടെലിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും ടോപ്പിലായിട്ട് കോർണറിലായിട്ട് എയർടെൽ ആപ്ലിക്കേഷൻ കിടന്നില്ല. അത് അവിടെ കാണുന്നില്ല. ഇനി നമുക്കതൊന്ന് ഹൈഡ് മാറ്റി കഴിഞ്ഞ് കാണാൻ പറ്റുമെന്ന് സെറ്റിംഗ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പ്രൈവസി ആൻഡ് ആപ്പ് എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും ലോക്ക് ആയിട്ടുണ്ട്. അൺലോക്ക് ചെയ്യുന്നു. ഇനി ആപ്പ് ഹൈഡിങ് തന്നെ വീണ്ടും നമ്മൾ പ്രസ് ചെയ്യുന്നു. ഇത് എയർടെൽ ആപ്ലിക്കേഷൻ അൺലോക്ക് ചെയ്തു. ഹൈഡിങ് മാറ്റുകയാണ്. അത് വീണ്ടും നമ്മൾ ബാക്ക് ചെയ്ത് നോക്കുന്നു. ഇത് നമ്മുടെ എയർടെൽ വീണ്ടും അവിടെ ഹൈഡ് മാറി നമുക്ക് വിഷ്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വളരെ എളുപ്പം തന്നെ വേറൊരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട്. ഇനി നമ്മൾ ഈ ആപ്പ് ഹൈഡ് ചെയ്തത് നമുക്ക് സ്ക്രീനിൽ കാണാൻ വേറൊരു മാർഗം കൂടെയുണ്ട്. ഇനി ഈ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഹോം സ്ക്രീനിൽ കാണാൻ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അത് നമ്മൾ ഹൈഡ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതൊന്ന് ഓണാക്കി കാണിച്ചു തരാം. അത് നമ്മൾ ഓണാക്കി കൊടുക്കുകയാണ്. അത് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും രണ്ട് വിരലുകൾ ഉപയോഗിച്ച് നമുക്ക് ഹോം സ്ക്രീനിൽ പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ നമുക്ക് തെളിഞ്ഞു വരും. അത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കും. ആ ഹോം സ്ക്രീൻ വീണ്ടും ഒന്നുകൂടെ കാണിക്കാം. ആ നമ്മൾ എടുത്തിരിക്കുന്ന ഹോം സ്ക്രീൻ എടുക്കുക. അതിലോട്ട് ഏതെങ്കിലും രണ്ട് വിരൽ പ്രസ് ചെയ്ത് പിടിച്ച് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. ലോക്കായിട്ടാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അൺലോക്ക് ചെയ്താൽ നമുക്ക് വ്യൂ ആവും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.